ഹലോ, റമദാൻ കരീം. ഖത്തറിൽ റമദാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫുൾ ഓണാണ് കേട്ടോ. വീക്കെൻഡ്സ് ആണെങ്കിൽ പറയേ വേണ്ട, അമ്മാതിരി റഷാണ്. പേഴ്സണലി എനിക്ക് റഷ് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കത് ഇഷ്ടമാണ് ഗൈസ്. പിന്നെ കുറേ ലൈറ്റ്സ്, അവരുടെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഖത്തർ ഫുൾ ഓൺ തന്നെയാണ്. ഇന്നും നമ്മൾ എഗെയിൻ എത്തിയിട്ടുള്ളത് മീനാപ്പോർട്ടിൽ തന്നെയാണ്. മീനാപ്പോർട്ട് തറവാടാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം വീക്കെൻഡ്സ് ആയാലും അവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാന്നേ. പിന്നെ ഒരു റൗണ്ട് ബോർഡ് പോലെയാണ്. ആ റൗണ്ട് ബോർഡിൽ എത്തിയാൽ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും ഈസി ആയിട്ട് നമുക്ക് തിരിയാൻ പറ്റും കേട്ടോ. ടോട്ടൽ 5 ഫാമിലീസ് ആയിരുന്നു. 3 ഫാമിലീസ് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുണ്ട്. 2 ഫാമിലീസിലുള്ള വെയിറ്റിങ്ങിലാണ് ഈ പ്രോഗ്രാം കണ്ടത്. നമ്മൾ ആ പ്രോഗ്രാമുകാരോട് അങ്ങ് അറ്റം വരെ നടന്ന് അവരെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം തിരിച്ചു കടന്ന് വന്നപ്പോഴത്തേക്കും നെക്സ്റ്റ് ഫാമിലി ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ അവരെ കൊണ്ട് വീണ്ടും നടന്നപ്പോഴത്തേക്ക് ഒരു പെർഫ്യൂം കടക്കാരൻ നമ്മളിങ്ങനെ മാടി വിളിച്ച് അകത്ത് കയറ്റി. നോക്കിയപ്പോഴത്തേക്ക് 24 hours ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പെർഫ്യൂം 2 minutes പോലും നിന്നില്ല കേട്ടോ. അതുകൊണ്ട് വെറുതെ ക്യാഷുകളെ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ ബോക്സ് പാർക്കിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും നെക്സ്റ്റ് ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൊറ പറയാനാണ് നമ്മൾ അവിടെ മെയിനായിട്ട് പോയതെങ്കിലും പക്ഷേ അവിടുത്തെ കാറ്റിന് നമ്മളെ തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി അടി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെവിക്കല് നോക്കി നല്ല അടി തരുന്നുണ്ടായിരുന്നു. സോ കുറേ നേരം പിടിച്ചേക്കാൻ നോക്കിയെങ്കിലും നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങി നമ്മൾ നേരെ സെയ്ദിന്റെ ചായക്കടയിലോട്ട് പോയി. കിട്ടിയ അടിയുടെ ചൂട് മാറാനായിട്ട് ചൂടോട് 2 സുലൈമാനിയും 2 ചായ ഓർഡർ ചെയ്തിരുന്നു. അത് വന്നാൽ പിന്നെ സുലൈമാനി പ്ലസ് പരദൂഷണം അത് മസ്റ്റ് ആണല്ലോ. ഇന്ന് ഓൺ ദ സ്റ്റേജിൽ കയറിയിരുന്ന ഞാനായിരുന്നു കേട്ടോ. കുറേ കഥകൾ പറയാനുള്ള വിമ്മിഷ്ടമായ മുഖങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളിലെ ഏറ്റവും അവസാനം ആക്കലും ഊക്കലും എനിക്ക് മേടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഞാൻ അത് മേടിച്ച് കെട്ടി വീട്ടിൽ ഭദ്രമായിട്ട് കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം എവിടെ പോകുന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എല്ലാവരും പറഞ്ഞു സ്റ്റീമദീനെ പോയി നമുക്ക് സർബത്ത് കുടിക്കാമെന്ന്. അങ്ങനെ സർബത്തും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.